എപ്പോഴും ശോഭയെ വിനിയോഗിച്ചിട്ടുള്ളത് 4000-5000 വോട്ടുള്ള സ്ഥലത്ത് പോകാൻ പറയും. ഞാൻ പോവും, ഒരു മടിയും ഉണ്ടാവില്ല. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. പ്രസ്ഥാനത്തെ വിജയിപ്പിക്കാൻ വേണ്ടി ശോഭ 9 തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല. പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ ശോഭ 10ാമത്തെ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്ന് ജയിപ്പിക്കും. കോൺഫിഡൻസ് കാണുമ്പോഴാണ് എനിക്കൊരാശ്വാസം. അത് ഇവിടുത്തെ മാത്തൂരിലെ, കണ്ണാടിയിലെ, പിരായിരിയിലെ കർഷക കുടുംബങ്ങൾ ഉൾപ്പെടെ നമ്മളോടൊപ്പം ചേർന്ന് കഴിഞ്ഞു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാർക്സിസ്റ്റുകാരന്റെ മകൻ BJP-യിലായി കഴിഞ്ഞു. ഇത്രയും ക്രൂരത കാണിക്കരുത്. അതുപോലെ തന്നെ മറ്റൊരു പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കുടുംബം മുഴുവൻ BJP-യിലായി. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ. ആ 2 വീടുകളിലും എനിക്ക് ഭക്ഷണം നൽകി. എന്തേ മതിയാക്കിയോ? ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ, അത് കണ്ടപ്പോഴേ തോന്നി. കർഷകരുടെ ആത്മാഭിമാനത്തിന് ഒരിക്കലും വില പറയാതിരിക്കുക. അത് ഞാൻ ഏറ്റു. കർഷകരുടെ ആത്മാഭിമാനത്തെ നെഞ്ചോട് ചേർക്കുക. ഒരു ചാൻസും ഇല്ല. അതിന് ശോഭാ സുരേന്ദ്രന് സാധിക്കും എന്നാണ് അവര് പറയുന്നത്. മുമ്പ് തോറ്റ എല്ലാ ഇലക്ഷനും ഇതേ കോൺഫിഡൻസ് ആയിരുന്നു.